ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി പാഠം 4 എക്സസൈസസ് തമാരീനും. അപ്പോൾ ആദ്യത്തത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. മിൻ ഐന അന്ത. അന്ത എന്ന് പറഞ്ഞാൽ നീ എവിടെ നിന്നാണ്. ഐന എന്ന് പറഞ്ഞാൽ എവിടെ, മിൻ ഇൽ നിന്ന്. അപ്പോൾ മിൻ ഐന അന്ത എന്ന് പറഞ്ഞാൽ നീ എവിടെ നിന്നാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എന്തായിരുന്നു? അനമിനൽ യാബാനി. അനമിനൽ യാബാനി, ഞാൻ ജപ്പാനിൽ നിന്നാണ്. അടുത്തത് അന്ത മിനൽ ഫിലിപ്പൈനി. നീ ഫിലിപ്പൈൻസിൽ നിന്നാണോ? അന്ത നീയാണോ. ആദ്യം ഒരു ആ കണ്ടോ, പിന്നെ അന്ത. അപ്പോൾ 2 ആ ഉണ്ട്. അന്ത നീയാണോ മിനൽ ഫിലിപ്പൈനി, ഫിലിപ്പൈൻസ് നിന്ന്. അപ്പോൾ ല അനമിനൽ യാബാനി, അനമിനൽ യാബാനി. മൻ മിന സീനി. സീനി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചാണല്ലോ ചൈന. മൻ മിന സീനി, ചൈനയിൽ നിന്ന് ആരാണ് വന്നത്. ചൈനയിൽ നിന്ന് ആരാണ് ചൈനയിൽ നിന്ന്. അപ്പോൾ ആരായിരുന്നു? എമ്മാറുൻ. അപ്പോൾ എമ്മാറുൻ മിന സീനി. ടെക്സ്റ്റ് ബുക്കിൽ എന്തായിരുന്നു? എമ്മാറുൻ. അപ്പോൾ എമ്മാറുൻ മിനൽ സീനി. മിൻ ഐന ഹാമിദുൻ. ഹാമിദ് എവിടെ നിന്നാണ്? മിൻ ഐന ഹാമിദുൻ. ഹാമിദ് എവിടെ നിന്നാണ്? ഐന എവിടെ, മിൻ ഇൽ നിന്ന്. അപ്പോൾ എവിടെ നിന്നാണ് ഹാമിദ്. ഹാമിദുൻ നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിൽ മിനൽ ഹിന്ദി. ഹാമിദുൻ മിനൽ ഹിന്ദി. ഹാമിദ് ഇന്ത്യയിൽ നിന്നാണ്. ഐന ദഹബ അബ്ബാസുൻ. അബ്ബാസ് എവിടെ പോയി. സഹബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോയി. അപ്പോൾ സഹബ അബ്ബാസ് എന്ന അബ്ബാസ് പോയി. ഐന എവിടെ. അപ്പോൾ ഐന സഹബ അബ്ബാസുൻ, അബ്ബാസ് എവിടെ പോയി. അപ്പം എന്താ പറയുക? സഹബ ഇലൽ മുദീരി. സഹബ ഇലൽ മുദീരി. മുദീർ എന്ന് പറഞ്ഞാൽ മാനേജർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയിരുന്നു. മുദീറിൻ്റെ അർത്ഥം മാനേജറാണ്. അപ്പോൾ അബ്ബാസ് എങ്ങോട്ട് പോയി? സഹബ ഇലൽ മുദീരി. ദഹബ അലിയുൻ ഇലൽ മുദീരി. അലി മാനേജറിൻ്റെ അടുത്തേക്കാണോ പോയത്. കണ്ടവർ ആ ഇട്ടു. അപ്പോൾ പോയതാണോ. ദഹബ ദഹബ എന്ന് പറഞ്ഞാൽ പോയതാണോ. വെറും സഹബ പോയി. ദഹബ പോയതാണോ. അലി പോയതാണോ ഇലൽ മുദീരി, മുദീറിലേക്ക്. ല അപ്പോൾ എന്താ? അല്ല. ല സഹബ ഇലൽ മിർഹാദി. മിർഹാദിലേക്കാണ് അലി പോയത്. മിർഹാദ് എന്ന് നമ്മൾ പഠിച്ചതാണ് ടോയ്ലറ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ്. അടുത്തത് ഇക്റ വാക്തു മാ ലബ്തി അവാഖിറിൽ കലിമ. അപ്പോൾ അവസാനത്തെ കലിമയിൽ നമ്മൾ എന്താണ് ക്ലിയർ ആക്കണം, അതിൻ്റെ അടയാളം എന്താണ്. അപ്പോൾ അൽ ഖുർഫ തു. അൽ ഖുർഫ തു ഒറ്റ കലിമ, അലിഫ്ലാമ് വന്നു. അപ്പോൾ തൻവീനില്ലാണ്ട് ദമ്മത്തിടണം ഒറ്റ കലിമയാണെങ്കിൽ. കാരണം ഏതൊരു കലിമയും ഒറിജിനലി ദമ്മത്താണ്. അപ്പോൾ അലിഫ്ലാമ് വന്നാൽ ആ ദമ്മത്തിന് തൻവീനും ഉണ്ടാവില്ല. മിനൽ ഖുർഫ തി. കാരണം എന്താ? ഇനി അൽ ഖുർഫ തൂ എന്ന് പറയാൻ പറ്റില്ല. ഇനി മിനൽ ഖുർഫ തീ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഹർഫ് ജറ് മിന്ന് വന്നു. ഹർഫ് ജറ് മിന്ന് വന്ന അൽ ഖുർഫ തൂ എന്താവും? അൽ ഖുർഫ തീ എന്നാവും. പിന്നെ എന്താണ്? മിന നമുക്കറിയാം. അവിടെ മിനാക്ക് ഫത്തഹ് വന്നത്. മിന്ന് ശരിക്കും സുക്കൂനാണ്. ഉച്ചാരണത്തിന് വേണ്ടിയാണ് എന്ത് ഫത്തഹ് വന്നത്. അപ്പോൾ മിനൽ ഖുർഫത്തി. മിൻ ഇൽ ഖുർഫത്തി എന്ന് ഉച്ചരിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ആ മിന്നിൻ്റെ നൂനിൻ്റെ സുക്കൂൻ എന്താവും? അത് ഫത്തഹത്താവും. അതേപോലെ തന്നെ മിനൽ ഹമ്മാമി, ബാത്റൂമിൽ നിന്ന്. ബാത്റൂമിൽ നിന്ന്. മിനൽ ഖുർഫത്തി എന്ന് പറഞ്ഞാൽ റൂമിൽ നിന്ന്. മിനൽ ഹമ്മാമി എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ നിന്ന്. ഹമ്മാം എന്ന് പറഞ്ഞാൽ ബാത്റൂം. അപ്പോൾ ശരിക്കും എന്താ? അൽ ഹമ്മാമു. മിന്നു വന്നപ്പോൾ എന്തായി? മിനൽ ഹമ്മാമി. അൽ മിർഹാദു. ഉണ്ടോ? മിന്നില്ല, ഇലയില്ല, ഫീ ഇല്ല. അപ്പോൾ എന്തായി? അൽ മിർഹാദു. ഹർഫ് ജറ് വന്നിരുന്നെങ്കിലോ മിനൽ മിർഹാദി എന്നാവും. ടോയ്ലറ്റ്. ഇലൽ ഉണ്ടോ? ഇല വന്നു. അപ്പോൾ ഇലൽ മിർഹാദി. ഇലൽ മിർഹാദി.
ഇല ഇല്ലെങ്കിലോ അൽ മിർഹാലു. അതേപോലെ അൽ യാബാനു ജപ്പാൻ, അൽ ഫിലിപ്പൈനു ഫിലിപ്പൈൻ, മിനൽ ഹിന്ദി ഇന്ത്യയിൽ നിന്ന്, ഇല സീനി ചൈനയിലേക്ക്. ഇല എന്ന് പറഞ്ഞാൽ ഇലേക്ക്, ഇല. ടു ഇംഗ്ലീഷിൽ ടു എന്ന് പറയുന്നത്. മിൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഫ്രം. അപ്പോൾ ഇനി ഇക്ര വക്തു. അപ്പോൾ ഇതൊക്കെ എഴുതാൻ പറ്റുന്നവർ എഴുതുകയും ഇൻഷാ അല്ലാ ചെയ്യുക. എന്നാലേ എന്താണ് നമ്മൾ ശരിക്കും പഠിക്കുകയുള്ളൂ. മിൻ ഐന ഫാത്തിമ. ഫാത്തിമ എവിടെ നിന്നാണ്? ഹിയ മിനൽ ഹിന്ദി. അവൾ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഫാത്തിമ പെണ്ണായതുകൊണ്ട് എന്തായി? ഹിയ. ആണായിരുന്നെങ്കിലോ മിൻ ഐന ഹാമിദ് എന്ന് ചോദിച്ചിരുന്നെങ്കിലോ അപ്പോൾ ഹുവ മിനൽ ഹിന്ദി. ഇവിടെ ഫാത്തിമ പെണ്ണായതുകൊണ്ട് അവൾ എന്ന് പറയണം. അവൾ എന്നെങ്ങനെ പറയാം? ഹിയ. അപ്പോൾ ഹിയ മിനൽ ഹിന്ദി. അപ്പോൾ ഹിയ എന്താ? ആരംഭിക്കുന്ന ഇസ്മ. ആരംഭിക്കുന്ന ഇസ്മ എന്താ? മുബ്തദ. പിന്നെന്താ? മർഫു. പിന്നെന്താ? മാരിഫ. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ ഇനി ഇൻഷാ അല്ലാ സ്പീഡിലും ഓട്ടോമാറ്റിക്കലും വരണം. അപ്പോൾ ഹിയ മുബ്തദഉൻ മർഫൂൻ, അത് മാരിഫയും കൂടിയാണ്. എന്തുകൊണ്ട്? ഹിയ ലമ്മത്തില്ല, മബനിയാണ്. മബനിയാണ്, അവസാനത്തെ അക്ഷരം മാറൂല. ഓക്കെ. മിൻ എന്താ? ഹർഫു ജർ. അൽ ഹിന്ദി എന്താ? ഇസ്മ മജ്റൂർ. അപ്പോൾ ഷോർട്ടാക്കിയിട്ട് ജാറും മജ്റൂർ. പിന്നെന്താ? ഷിബുഹു ജുംല. ഖബറാണോ? ആണ്. കാരണം എന്താ? ഹിയ എന്ന മുബ്തദ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ടൈപ്പ് ഖബർ. ജാറും മജ്റൂർ, ഷിബു ജുംല ഖബറായിട്ട് വരുന്നത്. പിന്നെ ഖറജൽ മുദർരിസു മിനൽ ഫസ്ലി വദഹബ ഇലൽ മുദീരി. ഖറജ നമുക്കറിയാം ഫീലാണ്, പുറപ്പെട്ടു എന്നുള്ള അർത്ഥം. ദഹബ നമുക്കറിയാം ഫീലാണ്, പോയി എന്നുള്ള അർത്ഥം. അപ്പോൾ ഇതെന്താ? ആരംഭിക്കുന്ന കലിമ എന്താ? ഫീലാണ്. അപ്പോൾ ജുംല ഫീലിയാണ്, ജുംല ഇസ്മിയല്ല. കാരണം ഇസ്മ കൊണ്ടല്ല ആരംഭിച്ചത്. പിന്നെയോ ഫീൽ കൊണ്ടാണ് ആരംഭിച്ചത്. ഏതാ ഫീൽ? ഖറജ. അപ്പോൾ ഫീലുണ്ടായ ഫായിലുണ്ടാകണം, ആ പുറപ്പെടുന്ന ആളും ഉണ്ടാകണം. അത് ബുദ്ധിയുള്ളതാകാം, ബുദ്ധി ഇല്ലാത്തതാകാം. ഖറജ സയ്യാറത്തു എന്ന് പറഞ്ഞാൽ കാറ് പുറപ്പെട്ടു. അപ്പോൾ അത് ആ ക്രിയ ചെയ്യുന്നതാണ് ഫായിൽ. അപ്പോൾ ഇവിടെ എന്താ ഫായിൽ? അൽ മുദരിസു. അൽ മുദരിസു. കാരണം മുദരിസാണ് പുറപ്പെടുന്നത്. കാറാണെങ്കിലോ ഖറജ സയ്യാറത്തു എന്ന് പറഞ്ഞാലോ സയ്യാറത്താണ് ഫായിൽ, കർത്താവ്. ഓക്കെ. ഇവിടെ നമ്മളൊരു പുതിയ നിയമം പഠിക്കുകയാണ്. ഈ ഫായിലിൻ്റെ അടയാളം എന്തായിരിക്കണം? ലമ്മത്തായിരിക്കണോ, ഫതഹത്തായിരിക്കണോ, കസറത്തായിരിക്കണോ? അപ്പോൾ ഫായിലിൻ്റെ അടയാളം എപ്പോഴും മർഫുവാണ്. ഫായിൽ എപ്പോഴും മർഫുവാണ്. അപ്പോൾ നമ്മളെങ്ങനെ പറയാം? ഖറജൽ മുദർരിസു. ഓക്കെ. ഫായിലിൻ്റെ അടയാളം എന്തായിരിക്കണം? മർഫു, ലമ്മത്തായിരിക്കണം. അപ്പോൾ അലിഫിലാമുള്ളതുകൊണ്ട് തൻവീൻ ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പോൾ ഖറജൽ മുദർരിസു. അപ്പോൾ ഖറജൽ മുദർരിസ എന്ന് പറയോ? തെറ്റാണ്. ഖറജൽ മുദർരിസി എന്ന് പറയോ? തെറ്റാണ്, പറയൂല. പിന്നെ എങ്ങനെ പറയുള്ളൂ? ഖറജൽ മുദർരിസു. കാരണം മുദർരിസ് ഫായിലായതുകൊണ്ട് അതിന് ലമ്മത്തിൻ്റെ അടയാളെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ജുംല ഫീലിയാണ്. അപ്പോൾ ഫീലായി ഫായിലായി. ഓക്കെ. ജുംല ഫീലി കിട്ടിയ നമുക്കറിയാം, ഫീല് കിട്ടണം, ഫായിൽ കിട്ടണം. ഫീല് ഖറജ, അൽ മുദർരിസു ഫായില്. മിന്നെന്താ? ഹർഫു ജർ. അൽ ഫസ്ലി എന്താ? ഇസ്മ മജ്റൂർ. ജാറും മജ്റൂർ, ഷിബുഹു ജുംല. ഖബറാണോ? അല്ല. കാരണം എന്താ? ഇനി മുബ്തദ ഇല്ല. മുബ്തദ ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഇസ്മു കൊണ്ടല്ല ആരംഭിച്ചത്, ഫീല് കൊണ്ടാണ്. ഇത് ജുംല ഫീലിയാണ്. അപ്പോൾ ഇവിടെ ഈ മിനൽ ഫസ്ലിക്ക് നമ്മൾ ഖബർന്ന് പറയൂല. വാ എന്താ? ഹർഫു അത്ഫിൻ. പിന്നെ സഹബ തന്നെ. അപ്പോൾ ജുംല ഫീലിയ. ഫീൽ എന്താ? സഹബ. ഫായിൽ എവിടെ? അത് സഹബൻ്റെ ഉള്ളിലാണ്, അവൻ. കാരണം ഇവിടെ ഇനി നമ്മൾ മുദരിസു എന്ന് ആവർത്തിച്ച് പറയണ്ട. വ സഹബൽ മുദരിസു ഇൽ മുദീരി എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെയോ ജസ്റ്റ് സഹബ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സഹബൻ്റെ ഉള്ളിൽ പിന്നെ അതെന്തായി? ആ മുദരിസ് എന്തായി? അവനായി, അല്ലെങ്കിൽ അദ്ദേഹം. അദ്ദേഹം മുദീറിലേക്ക് പോയി. അപ്പോൾ ഫീൽ ഏതാ? സഹബ. ഫായിൽ ഏതാ? അവൻ. കർത്താവ് ഏതാ? അവൻ. ആരാണ് പോകുന്നത്? അവൻ. ആ അവൻ ആരാ? ആക്ച്വലി ശരിക്കും അവൻ ആരാ? അൽ മുദരിസു. ഓക്കെ. കാരണം സെൻറ്റൻസിൻ്റെ ഫുൾ എങ്ങനെ നമ്മൾ പരിഭാഷപ്പെടുത്തുക? മുദരിസ് പുറപ്പെട്ടു ക്ലാസ് റൂമിൽ നിന്ന്, എന്നിട്ട് അദ്ദേഹം മാനേജറിലേക്ക് പോയി, അല്ലേ? ഇതാണ് പൂർണ്ണ അർത്ഥം.
മുദരിസ് പുറപ്പെട്ടു ക്ലാസ് റൂമിൽ നിന്ന്. ഖറജൽ മുദരിസു മിനൽ ഫസ്ലി, ക്ലാസ് റൂമിൽ നിന്ന് ടീച്ചർ പുറപ്പെട്ടു. വദഹബ ഇലൽ മുദീരി, എന്നിട്ട് മാനേജറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ ദഹബൻ്റെ ഉള്ളിലാണ് ഫായിൽ അവൻ. ആ അവന് പിന്നെ നമ്മൾ വേറെ തന്നെ എഴുതൂല. ദഹബ ഹുവ ദഹബ ഇലൽ മുദീരി എന്ന് എഴുതൂല. ആ ഹുവ അവൻ എന്താണ്? ആ ദഹബൻ്റെ ഉള്ളിൽ ആണ്. ദഹബൻ്റെ ഉള്ളിലാണ്. ഇനി അടുത്തത് നോക്കാം. ദഹബ താജിറു ഇല ദുക്കാനി, കച്ചവടക്കാരൻ പോയി ഷോപ്പിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ആ കച്ചവടക്കാരെന്ന് ക്ലിയർ ആക്കണം. ഇവിടെ വെറുതെ ദഹബ ഇല ദുക്കാനി എന്ന് പറഞ്ഞാൽ ആരാ പോയി എന്നറിയില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തായാലും ആ ഫായിൽ ആരാന്ന് വെളിവാക്കും. അത് മുഹമ്മദാണോ, അബ്ബാസാണോ, മുദരിസാണോ, താജിറാണോ? അപ്പോൾ നമ്മൾ പറയും ദഹബ താജിറു ഇല ദുക്കാനി, കച്ചവടക്കാരൻ ദുക്കാനിലേക്ക് പോയി. അപ്പോൾ ഇനി നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തേ പറയേണ്ടുള്ളൂ? അവന്നേ പറയേണ്ടുള്ളൂ. പിന്നെ ആ താജിറു എന്ന് വരില്ല. അപ്പോൾ ആ അവൻ എന്താവും? ആ ഫീലിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പിന്നെ എപ്പോഴും നമ്മൾ ആവർത്തിച്ച് താജിറൂന്നോ അല്ലെങ്കിൽ അബ്ബാസുന്നോ അല്ലെങ്കിൽ ഹാമിദെന്നോ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെന്താ, ജസ്റ്റ് സഹബാന്നോ ഖറജാന്നോ പറഞ്ഞാൽ മതി. അതിൻ്റെ ഉള്ളിൽ അവൻ ഉണ്ടാവും. അവൻ നമ്മൾ വേറെ തന്നെ എടുത്തെഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ സഹബ താജിറു ഇല ദുക്കാനി, താജിർ കച്ചവടക്കാരൻ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ ഇത് ജുംല ഫീലിയാണ്. അപ്പോൾ മുത്തദ ഖബർ ഉണ്ടാവില്ല. പിന്നെന്താ ഉണ്ടാവുള്ളൂ? ഫീലും ഫായിലേ ഉണ്ടാവുള്ളൂ. എന്താ ഫീല്? സഹബ. ഫായിലോ? താജിറു. ആരാ പോകുന്നത്? താജിർ. അപ്പോൾ താജിറാണ് ഫായിൽ, കർത്താവ്. അപ്പോൾ കർത്താവിൻ്റെ അടയാളം എന്തായിരിക്കണം? ലമ്മത്തായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് പറയാം? സഹബ താജിറു. സഹബ താജിറ എന്ന് പറയോ? ഇല്ല. സഹബ താജിറി എന്ന് പറയോ? ഇല്ല. സഹബ താജിറു. കാരണം എന്താ? ഫായിൽ എപ്പോഴും മർഫു ആയിരിക്കണം. അപ്പോൾ താജിറു എപ്പോഴും ഇവിടെ ഫായിലായതുകൊണ്ട് മർഫു ആയിരിക്കണം. ഇല എന്താ? ഹർഫു ജർ. ദുക്കാൻ ഷോപ്പ് എന്താ? ഇസ്മ മജ്റൂർ. അപ്പോൾ ഇല ദുക്കാനി ജാറും മജ്റൂർ ശിബു ജുംല. ഖബറാണോ? അല്ല. കാരണം എന്താ? ഇവിടെ മുബ്തദ ഇല്ല. ഇസ്മു കൊണ്ടല്ല ആരംഭിച്ചത്. ആരംഭിക്കുന്നത് ഇസ്മു കൊണ്ടല്ല, മുബ്തദ ഇല്ല. അപ്പോൾ ഖബറും ഇല്ല. ഈ അവസാനത്തത് ഖറജ ഹാമിദുൻ മിനൽ ഗുർഫത്തി വദഹബ ഇലൽ ഹമ്മാമി. ഹാമിദ് റൂമിൽ നിന്ന് പുറപ്പെട്ടു, ബാത്റൂമിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ കണ്ടോ, ഇവിടെ ഖറജ ഹാമിദ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ ആരാ പുറപ്പെട്ടതെന്ന് എന്തായാലും ക്ലിയർ ആക്കണം. ഹാമിദാണ്. പക്ഷേ എന്നിട്ട് അദ്ദേഹം ബാത്റൂമിൽ പോയി എന്ന് പറയുമ്പോൾ പിന്നെ ഹാമിദ് പറയേണ്ടതുണ്ടോ? ഇല്ല. കാരണം എന്താ? ആ ഹാമിദിനെ കുറിച്ച് പിന്നെ നമ്മൾ അവന്നേ പറയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം എന്നേ പറയുള്ളൂ. അപ്പോൾ ആ സഹബൻ്റെ ഉള്ളിൽ തന്നെ എന്താണ്? ആ ഹാമിദ് അവൻ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സഹബ ഹാമിദുൻ ഇലൽ ഹമ്മാമിന്നോ അല്ലെങ്കിൽ ഹുവ സഹബാന്നോ സഹബ ഹുവാന്നോ ഇലൽ ഹമ്മാമിന്നോ പറയൂല. പിന്നെ നമ്മൾ എന്തേ പറയുള്ളൂ? സഹബ ഇലൽ ഹമ്മാമിന്നേ പറയുള്ളൂ. ബാറക്കല്ലാഹു ഫീക്ക്. എല്ലാം ക്ലിയറായി മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഖറജ ഫീല്. അപ്പോൾ ഫീലുണ്ടായ ഫായിലുണ്ടാണ്. എന്താ ഫായിൽ? ഹാമിദുൻ. ആരാ പുറപ്പെട്ടത്? ഹാമിദുൻ. അപ്പോൾ ഹാമിദിൻ്റെ അടയാളം എന്തിരിക്കണം? മർഫു. കാരണം നമുക്കറിയാം ഫായിൽ എപ്പോഴും മർഫു ആണ്. അപ്പോൾ ഖറജ ഹാമിദുൻ അങ്ങനെ പറയുള്ളൂ. ഖറജ ഹാമിദെന്നോ ഖറജ ഹാമിദെന്നോ പറയൂല. ഹാമിദ് ഫായിലായതുകൊണ്ട് മർഫു ആണ്. അപ്പോൾ ഖറജ ഹാമിദുൻ മിനൽ ഗുർഫത്തി. മിനെന്താ? ഹർഫു ജർ. ഗുർഫത്തി എന്താ? ഇസ്മ മജ്റൂർ. അപ്പോൾ ജാറുമ മജ്റൂർ ശിബു ജുംല. ഖബറാണോ? അല്ല. കാരണം എന്താ? മുബ്തദ ഇല്ല. ഇത് ജുംല ഫീലിയാണ്. മുബ്തദ ഖബർ ഉണ്ടാവില്ല. വാ എന്താ? ഹർഫു അത്തഫ്. പിന്നെ ദഹബ ഫീല്. ഫായിൽ ഏതാ? അവൻ. ഇതിൻ്റെ ഉള്ളിലാണ്. ദഹബൻ്റെ ഉള്ളിലാണ് ഫായിൽ. അവനാണ് പോയത്. ഇല എന്താ? ഹർഫു ജർ. അൽ ഹമ്മാമി എന്താ? ഇസ്മ മജ്റൂർ. അപ്പോൾ ജാറുമ മജ്റൂർ ശിബു ജുംല. ഖബറാണോ? അല്ല. കാരണം എന്താ? മുബ്തദ ഇല്ല. ബാറക്കല്ലാഹു ഫീക്ക്. ഇവിടെയും സഹബൻ്റെ ഉള്ളിൽ അവൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. ഈ അവൻ അറബിയിൽ എന്താ? ഹുവ. അപ്പോൾ നമ്മൾ പഠിച്ചു ഫായിൽ മർഫു ആണെന്ന് പഠിച്ചല്ലോ. അപ്പോൾ ഈ ഹുവ ഇവിടെ എന്താ? നമ്മൾ എഴുതുന്നില്ലെങ്കിലും ഹുവ എന്താ? മർഫു ആണ്. ഓക്കെ. അപ്പോൾ ഫായിൽ വെളിവാക്കിയിട്ടില്ലെങ്കിലും ആ ഫീലിൻ്റെ ഉള്ളിലാണ് ആ ഫായിൽ ഹുവ കിടക്കുന്നുണ്ടെങ്കിലും ആ ഹുവ എന്താണ്? മർഫു ആണ്. പക്ഷെ ഹുവ നമ്മൾ നമ്മത്ത് എഴുതോ? ഇല്ല. കാരണം എന്താ? മബിനിയാണ്.
ബാറക്കല്ലാഹു ഫീക്കും.